പലപ്പോഴും പലരും ഉപദേശിക്കുന്നതാണ് എല്ലാവരോടും, ഒരു ചായയും കുടിച്ചൊന്ന് ചർച്ച ചെയ്താൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളതാണ് ഇത്തരം കുടുംബ പ്രശ്നങ്ങളിൽ. പക്ഷേ പലർക്കും അറിയാത്തത് ഇതാണ്, എങ്ങനെ ഇത് ചർച്ച ചെയ്യണം, ഏത് രീതിയിൽ ഇത് സമീപിക്കണം എന്നുള്ളത് പലർക്കും അറിയുകയില്ല. ഈ ലോകത്ത് ഉപദേശിക്കാൻ ധാരാളം ആളുകളുണ്ട്. ഒരു കുടുംബം ഏകദേശം തകരാറിലായി വേർപിരിയാൻ നിൽക്കുന്ന ഒരു സമയത്ത്, അല്ലെങ്കിൽ അത്രയധികം പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകുമ്പോൾ പുറമേ കാണുന്ന ആൾക്കാർ വളരെ വല്ലപ്പോഴുമായിരിക്കും ഇത് കാണുക. അവർ തമ്മിലുള്ള ചീത്ത വല്ലപ്പോഴുമാണ് പുറമേയുള്ള ആൾ കണ്ടിട്ടുള്ളൂ. ഒരു വീടിനകത്ത് എന്തെല്ലാം തരത്തിലുള്ള ബഹളങ്ങൾ നടക്കേണ്ടെന്ന് ആ കുടുംബത്തുള്ള ആളുകൾക്ക് മാത്രമേ അറിയണ്ടാവുള്ളൂ. പക്ഷേ പുറമേ നിന്ന് ഒരാൾ പറയുകയാണ്, പെട്ടെന്ന് അയാൾ എപ്പോഴാണ് അറിഞ്ഞത് ഇവിടെ വലിയ പ്രശ്നമാണ്. അപ്പോൾ പറയുക, നിങ്ങളൊക്കെ കുറച്ച് കോംപ്രമൈസ് ചെയ്യണം, കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. ഇങ്ങനെയൊക്കെ കുറച്ച് ആളുകൾ വന്ന് ഉപദേശിക്കും. എന്താണ് കോംപ്രമൈസ് ചെയ്യേണ്ടത്, എന്താണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതെന്ന് ഈ വന്ന് ഉപദേശിച്ച ആൾക്കും അറിയില്ല, എന്താണ് പറഞ്ഞു കൊടുക്കാൻ അറിയില്ല. ഇയാൾ പറയുക കോംപ്രമൈസ് ചെയ്യണം, അഡ്ജസ്റ്റ് ചെയ്യണം. എന്താ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്, എന്താ യഥാർത്ഥത്തിൽ പ്രശ്നം, പിന്നെ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് എത്ര കാലം പോകും. അപ്പോൾ പറയുന്ന ആളുകളെ സംബന്ധിച്ചോളം ഇത്തരത്തിൽ കുറേ ഉപദേശം തന്നു പോവാം. ഇപ്പോൾ ഒരു ആശുപത്രിയുടെ പുറത്ത് പോയി നിൽക്കുമ്പോൾ, അതായത് നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ ഹോസ്പിറ്റലായി ICUവിലാണ്, ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. അപ്പോൾ കുറേ ആളുകൾ സ്വാഭാവികമായിട്ടും രോഗിയെ കാണാൻ വേണ്ടി ആശുപത്രിയിൽ പോകും. ആശുപത്രിയുടെ ICUവിൻ്റെ പുറത്ത് നിൽക്കുന്ന മകനോട് ചോദിക്കും, ഇപ്പോൾ എങ്ങനെയുണ്ട്, ഇപ്പോൾ കുറച്ച് കണ്ടീഷൻ മോശമാണ്, അതെ വേറെ എങ്ങോട്ടും കൊണ്ടുപോകണം, വേറെ ഏതെങ്കിലും ഡോക്ടർമാരെ ഒന്ന് കാണിച്ചാലോ, നമുക്കൊരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കല്ലേ നല്ലത്. ഇയാൾ ആരോഗ്യമായിട്ടിരുന്ന സമയത്ത് ആ ഒരു ഭാഗത്തേക്ക് ഇയാൾ വരാറുമില്ല, പലപ്പോഴും സഹായം ചോദിച്ചിട്ട് കൊടുക്കാറുമില്ല. ICUവിലായിട്ട് കിടക്കുന്ന സമയത്ത് പുറത്ത് വന്ന് പറയുകയാണ്, നമുക്ക് സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാൻ നമുക്ക് വേറൊരു ഹോസ്പിറ്റലിൽ പോയാലോ, മറ്റേ ഡോക്ടറെ കാണിക്കാം, അത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. എന്നിട്ട് ഈ ഡയലോഗ് മുഴുവൻ പറഞ്ഞ് ഇയാൾ 2 മിനിറ്റ് കഴിയുമ്പോൾ അയാൾ മുങ്ങും. ഇവിടെ വന്നൊരു ഷോ ഓഫ് കാണിക്കുക, ബാക്കി കാണിക്കുക, ഞാനും ഇതിനകത്ത് എൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ അഭിപ്രായം പറയുന്നവരാണ് ഈ 100% ആളുകളും, അല്ലെങ്കിൽ 90% ആളുകൾ, 100 പറയില്ല, 90% ആളുകളും. ഈ ആശുപത്രിയിൽ വന്ന് ഈ അഭിപ്രായം പറഞ്ഞ പോയ ഒരാളുടെ എന്നാൽ നമുക്ക് വേറെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാം, ചേട്ടൻ്റെ പരിചയം ഉണ്ടെങ്കിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് വണ്ടി വിളിക്കാമോ എന്ന് ചോദിച്ചാൽ, അത് ഇന്ന് എനിക്ക് അല്പം തിരക്കുണ്ടെന്ന് പറഞ്ഞാൽ അയാൾ എപ്പോൾ എടുത്തു മുങ്ങും. ഇത്തരത്തിലുള്ളൊരു അഭിപ്രായങ്ങൾ നമ്മൾ എന്തിനാണ് കേൾക്കുന്നത്? നമുക്ക് വേണ്ടത് യാഥാർത്ഥ്യ ബോധത്തോടു കൂടി പ്രശ്നങ്ങളെ പഠിച്ച് മനസ്സിലാക്കി ഇതിന് പരിഹാരം നിർദ്ദേശിക്കാൻ കഴിയുന്ന പ്രൊഫഷണൽസിൻ്റെ സഹായം തേടുക.